ശ്രീ ജോഷി ജോസഫ്, കേസെടുക്കാൻ പരാതി വേണോ എന്ന ഒരു ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. ഇവിടെ ഉണ്ടായ സംഭവം എന്താണ് എന്ന് ഇരയായ ആൾ തന്നെ വന്ന് മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. കുറച്ചുകൂടി വിശദമായി അവർ തന്നെ ഒരു അഭിമുഖം തരുന്നു. എന്നിട്ടും ഇതുവരെയും അക്കാര്യത്തിൽ ഒരു നടപടി, സുമോട്ടോ കേസെടുക്കാൻ കഴിയുന്ന സംവിധാനമൊക്കെയുള്ള ഒരു രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് ശ്രീ ജോഷി ജോസഫ്? അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നമുക്കും ഒരു നല്ല ഒരു തീരുമാനമാകുക എന്ന് തോന്നുന്നു. കേൾക്കാമോ? കേൾക്കാം. ഹലോ സുജയ്, കേൾക്കാമോ? കേൾക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇത് ഇത്രയും എല്ലാം ഒരു ധൈര്യം സംഭരിച്ച് ഇന്നലെ അവർ പറഞ്ഞ ഇന്നിപ്പോൾ സുജയ്ക്ക് തന്ന ഇൻ്റർവ്യൂവിലെല്ലാം കാണുന്ന ഒരു ധൈര്യവും കോൺഫിഡൻസും ഉള്ള ഒരാൾക്ക് ഒരു കഷ്ണം കടലാസിൽ എഴുതരാൻ എത്ര സമയം പിടിക്കും? പക്ഷേ അവർ രഞ്ജിത്ത് അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാർ അത് അവരുടെ മുറിവ്, അവരുടെ ഓർമ്മകളിലെ മുറിവ് മനസ്സിലാക്കി ഇടപെടും എന്ന് കരുതി അവരൊരു ലോങ് റോപ്പ് കൊടുക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അസാംസ്കാരിക മന്ത്രി എഴുതിത്തരൂ എന്നാൽ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കഷ്ണം കടലാസിൽ ഇത് എഴുതിത്തരാൻ എത്ര സമയം പിടിക്കും? ശ്രീ ജോഷി ജോസഫ്, ഇക്കാര്യത്തിൽ അവർ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നത് അവരും ഇടതുപക്ഷമാണ്, ഇന്ന് അധികാരത്തിലല്ല ബംഗാളിൽ ഇടതുപക്ഷം, എന്നിട്ടും ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം പ്രചാരണത്തിനിറങ്ങിയ വ്യക്തിയാണ്, ഇടതുപക്ഷക്കാരിയാണ്. അപ്പോൾ ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയെയോ മനഃപൂർവ്വം മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരു സാഹചര്യമോ ആവശ്യമോ തനിക്കില്ല. കാരണം രഞ്ജിത്ത് ഇന്നലെ പറഞ്ഞത് ഇവർക്ക് പിന്നിൽ ആരൊക്കെയുണ്ട്, ബാഹ്യസമ്മർദ്ദം, ജോഷി ജോസഫ് എൻ്റെ പഴയ സുഹൃത്താണ് എന്നാണ് പറയുന്നത്. സുഹൃത്തെന്നല്ല പറഞ്ഞത്, പഴയ സുഹൃത്തെന്നാണ്. രഞ്ജിത്ത് തെരഞ്ഞെടുത്ത് വാക്കുകൾ ഉപയോഗിക്കുന്ന ആളാണെന്ന് താങ്കൾക്കും അറിയാമല്ലോ. പഴയ സുഹൃത്തെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സിനിമയിലേക്ക് ഇവർ വന്നത് ഒരു ഓഡീഷന് വേണ്ടിയാണോ? ശ്രീ ജോഷി ജോസഫിന് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുമല്ലോ. ഇവരെ ഓഡീഷനായി വിളിച്ചു വരുത്തിയതാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. ഓഡീഷന് വേണ്ടിയിട്ടാണ് എങ്കിൽ ഞാൻ അവിടെ ഫിലിംസ് ഡിവിഷൻ്റെ മേൽശാന്തിയായിട്ടിരിക്കുന്ന സമയത്ത് ശങ്കർ എന്നെ ഓഡീഷന് വേണ്ടിയിട്ടല്ല ശ്രീലേഖ മിത്രയെ കോണ്ടാക്ട് ചെയ്യണം എന്ന് എന്നോട് അഭ്യർത്ഥിച്ചത്. അവരൊരു റോളിന് വേണ്ടിയിട്ടാണ്. ആ ഒരു റോൾ അവർ കണ്ട് അവരുടെ അവർ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറാണ്. അവരെ കണ്ടിട്ട് അവരുടെ റോളുകൾ പെർഫോമൻസ് കണ്ടിട്ട് ഇവിടെയുള്ള ഈ സ്ക്രിപ്റ്റിൽ ഫിറ്റായതുകൊണ്ട് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഓഡീഷൻ വിളിച്ച് വരുത്തേണ്ട കാര്യം എന്താണ്? ശ്രീലേഖ പറഞ്ഞ പോലെ തന്നെ ഓഡീഷൻ അവിടെ നിന്നോട്ട് ചെയ്താൽ പോലെ. അപ്പോൾ ഓഡീഷന് വരികയാണെങ്കിലുള്ള ഫോർമാലിറ്റീസ് ഒന്നും അല്ലല്ലോ ഈ നടന്നത്. അപ്പോൾ എൻ്റെ പഴയ സുഹൃത്ത് എന്ന് രഞ്ജിത്ത് പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ പുതിയ ശത്രു എന്ന് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. രഞ്ജിത്തെ കുറേയും കൂടി കാര്യങ്ങൾ ഒരു ആക്രാന്തമില്ലാതെ കാണിച്ചിരുന്നുവെങ്കിൽ മലയാള സിനിമയ്ക്ക് തന്നെ അതൊരു വലിയ മുതൽക്കൂട്ടാകുമായിരുന്നു. അത്ര ഗംഭീരമായ നടിയാണ് നിങ്ങളുടെ ആക്രാന്തം കൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പറയുന്നത് അതിൽ ചീരുവിൻ്റെ റോളിനൊക്കെ ശ്വേതാ മേനോനെയാണ് കണ്ടുവച്ചിരുന്നത്. പിന്നെ മറ്റ് ഒരു ഇതര ഭാഷയിലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആയിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട്. നമുക്കറിയാമല്ലോ ആ സിനിമയുടെ കഥ എന്താണെന്ന്. അതിപ്പോൾ റീ റിലീസിനൊക്കെ ഒരുങ്ങുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ നന്നായി ട്രോൾ ചെയ്യപ്പെടുന്നുമുണ്ട്. എന്തായാലും പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള സീനുകൾ, അതിൽ അഭിനയിക്കുന്നതിന് പറ്റുന്ന കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള സീനുകൾ, അതിലൊക്കെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു നടി വേണം എന്നത് തന്നെയാണ് അവർ മനസ്സിൽ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ നേരത്തെ അഭിനയിച്ച സിനിമകളൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ, അതായത് ആകാര ഭംഗിയടക്കം നോക്കിയിട്ടായിരിക്കുമല്ലോ രഞ്ജിത്തിനെ പോലെ ഒരു സംവിധായകൻ ഒരു നടിയെ വിളിപ്പിക്കുക. അങ്ങനെ വിളിപ്പിച്ചിട്ട് ഓഡീഷനിൽ പരാജയപ്പെട്ടതുകൊണ്ട് അവരെ സിനിമയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുന്ന യുക്തി മലയാളിക്ക് ദഹിക്കുന്നില്ലല്ലോ ശ്രീ ജോഷി ജോസഫ്. അതെ, അത് മാത്രമല്ല ഇതൊരു പുതിയ തരം ഓഡീഷനാണ്. നമ്മൾ സിഗരറ്റ് ചോദിക്കുന്നു, കൊടുക്കുന്നു, കയ്യിൽ തൊടുന്നു, മുടിയിൽ തഴകുന്നു. നല്ലൊരു ഓഡീഷനാണ്, കൊള്ളാം. ഇതൊരു പുതിയ ഒരു രീതി രഞ്ജിത്ത് പുതിയ ഫിൽം മേക്കേഴ്സിന് കൊടുക്കാൻ പറ്റിയ ഒരു ക്ലാസ്സാണ്. ഇങ്ങനെയൊക്കെയാണ് ഓഡിഷൻ. ആ ഓഡിഷന് നിങ്ങൾ പരാജയപ്പെടാനായിട്ട് സഹകരിച്ചില്ലെങ്കിൽ പരാജയപ്പെടും, സഹകരിച്ചാൽ നിങ്ങൾ വിജയിക്കും എന്നാണല്ലോ ഈ ഓഡിഷൻ്റെ അർത്ഥം. നമ്മളൊക്കെ ഉണ്ടാക്കുന്നത് സിനിമ തന്നെയാണ് സാർ. ആ സിനിമ നിങ്ങളുണ്ടാക്കും പോലെ ബ്രഹ്മാണ്ഡ സിനിമകളൊന്നും അല്ലെങ്കിലും രാഷ്ട്രപതി പുരസ്കാരമൊക്കെ കിട്ടുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും അതിനൊരു മൂല്യം കാണുമല്ലോ. അല്ലെങ്കിൽ ഞാൻ വലിയൊരു വീമ്പ് പറയുകയല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തോർത്ത് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ പറയാതിരിക്കുക. നിങ്ങൾ ചില കാര്യങ്ങൾ ഓർക്കുന്നു, ചില കാര്യങ്ങൾ മറക്കണം എന്നും ഓർക്കുന്നു. അതായത് ഈ സർക്കാർ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ, ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഒരു നിയമ നടപടി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കാൻ തയ്യാറാണ്. അതായത് ഇപ്പോൾ പറഞ്ഞത് തന്നെ 15 വർഷം കഴിയുമ്പോഴും
പറയാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ പ്രതികരണം ഇപ്പോൾ ലഭ്യമാക്കാൻ കഴിയും. അത് സർക്കാരിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പരാതിയെക്കുറിച്ച് അവർ കൃത്യമായി ആ ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞിരുന്നു. അപ്പോൾ താങ്കൾ ഇക്കാര്യത്തിൽ അവരെ സഹായിക്കാൻ തയ്യാറാണോ? കാരണം ഫസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിയ ആൾക്കും ഇതുപോലെ ഒരു പരാതി വരുമ്പോൾ അതിൽ സഹകരിക്കാൻ കഴിയും, ഒരു സാക്ഷിയായി മൊഴി കൊടുക്കാൻ കഴിയും. നിയമ നടപടിയിലേക്ക് സർക്കാർ പോവുകയാണെങ്കിൽ അതിനോട് സഹകരിക്കാൻ താങ്കൾ തയ്യാറാണോ? എൻ്റെ സുജയ്, ഞാൻ ഇന്നലെ മുഴുവൻ ഇക്കാര്യത്തിൽ ഒരു കൊറാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനലുകളെല്ലാം ഇൻ്റർവ്യൂ കൊടുത്ത് ഞാൻ ഇന്ന് മുതൽ എൻ്റെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാനും ഒരു മനുഷ്യനും കലാകാരനുമാണ്, എഴുതുകയും സിനിമ എടുക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മളെല്ലാം അല്പം ഒരു ഹൈപ്പർ ആണെന്ന് കൂടി കൂട്ടിക്കോ. ഈ നിമിഷം വരെ രഞ്ജിത്ത് എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. കാരണം ചലച്ചിത്ര അക്കാദമിയിൽ ഇദ്ദേഹം വരുത്തിയ ചില ശുദ്ധി കലശങ്ങൾ ഞാനിപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പല വർഷങ്ങളായി അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന ആസ്ഥാന നിലയ വിദ്വാൻമാരെ അദ്ദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ പേരുകൾ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യമാണ്. അത് ഒരു മാടമ്പിയായ രഞ്ജിത്തിന് മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അല്ലാതെ ഒരു ഇടതുപക്ഷ രീതിയിൽ പോയാൽ, ഒരു ജനാധിപത്യ രീതിയിൽ പോയാൽ നടക്കില്ലായിരിക്കാം. അങ്ങനെ ചില കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ നിമിഷത്തിൽ ഇപ്പോൾ ഞാൻ ഈ ചാനൽ സാക്ഷിയാക്കി പറയുന്നു, ഞാൻ ഇതിന് ഏതറ്റം വരെയും പോകും. ഞാൻ ശ്രീലേഖയോട് ഇന്ന് കാലത്ത് പറഞ്ഞത് കൂൾ ഡൗൺ എന്നാണ്. ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സിറ്റിങ്ങും അത് കഴിഞ്ഞു, ആ ഘട്ടം കഴിഞ്ഞു. കാരണം എല്ലാത്തിനും ക്രിക്കറ്റ് കുത്തുക എന്ന് പറയില്ലേ, ക്രിക്കറ്റ് കുത്തുന്ന മട്ടിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏതറ്റം വരെയും പോകുന്നതിന് ഞാൻ കൂടെ ഉണ്ടാകും. ഇപ്പോൾ ആ സിനിമയിലെ, അതായത് പാലേരി മാണിക്യം എന്ന സിനിമയിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചീരുവിൻ്റെയും ഒപ്പമകളുടെയും അങ്ങനെയുള്ള വേഷങ്ങളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ ഒരു മോഡേണായ സിഗരറ്റ് വലിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയുണ്ട് സിനിമയിൽ. അതിൽ മമ്മൂട്ടിക്കൊപ്പമുള്ള സ്ലീവ്ലെസ് ഡ്രസ്സുകളൊക്കെ ഇടുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രം കൂടിയുണ്ട്. നായിക തുല്യമായ കഥാപാത്രം എന്നൊക്കെയുള്ള ഒരു ബ്രീഫ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ശ്രീലേഖ മിത്രയെ പോലെ ഒരു നടി ബംഗാളിൽ നിന്ന്, കൊൽക്കത്തയിൽ നിന്ന് വണ്ടി പിടിച്ച് കൊച്ചി വരെ വരില്ലല്ലോ. അത് ചിന്തിച്ചാൽ തന്നെ ഈ സിനിമ കൃത്യമായ ഒരു വേഷം താങ്കളോട് ശങ്കർ രാമകൃഷ്ണൻ പറഞ്ഞത് എന്താണ്? ശ്രീ ജോഷി ജോസഫ് അങ്ങനെ മറച്ചു വെക്കേണ്ട. ശങ്കർ രാമകൃഷ്ണൻ എന്താണ് താങ്കളോട് ആവശ്യപ്പെട്ടത്? ശങ്കർ രാമകൃഷ്ണൻ എന്നോട് പറഞ്ഞത്, ശ്രീലേഖ മിത്ര എന്ന നടിയെ നമുക്ക് രഞ്ജിത്ത് ചേട്ടൻ്റെ പുതിയ സിനിമയിലേക്ക് ഒരു വേഷത്തിന് വേണം, രഞ്ജിത്ത് ചേട്ടൻ വിളിക്കും എന്നാണ്. അത് കഴിഞ്ഞ ശേഷം രഞ്ജിത്ത് എന്നെ വിളിക്കുന്നു. സ്വാഭാവികമായും എനിക്കിതിൻ്റെ കഥ അറിഞ്ഞുകൂടാ, തിരക്കഥ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഏത് വേഷമെന്ന് ഞാൻ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ അദ്ദേഹത്തെ ഈ ശ്രീലേഖ മുത്രയുമായിട്ട് ഈ ശങ്കർ രാമകൃഷ്ണനെ അദ്ദേഹത്തെ മുട്ടിച്ചു കൊടുക്കാനുണ്ടായത് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് ശ്രീലേഖയോട് ചോദിക്കുന്നു. ശ്രീലേഖ സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുക്കുന്നത്. കാരണം അവർക്കും വ്യക്തി ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരു സമയമായിരുന്നു അത്. ബംഗാളിൽ നിന്നും ഒന്ന് പുറത്തേക്ക് പറക്കണം എന്ന് വിചാരിച്ചിരുന്ന സമയമാണ്. 2, മലയാള സിനിമയെക്കുറിച്ച് ബംഗാളിൽ ഇപ്പോൾ ഉള്ള അതേപോലെ തന്നെ ഒരു വലിയ അഭിപ്രായം, നല്ല അഭിപ്രായം. 2 മമ്മൂട്ടി എന്ന് പറയുന്നത് അവിടെ ഒരു വലിയ നാമമാണ്. അപ്പോൾ അത് ആണ് ശങ്കർ രാമകൃഷ്ണൻ എന്നോട് പറയുന്നത്. ഞാനങ്ങനെ ശങ്കർ രാമകൃഷ്ണനും രഞ്ജിത്തും സംസാരിച്ചതിന് ശേഷം ശ്രീലേഖയുമായിട്ട് അവർ തമ്മിൽ കോർഡിനേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അക്കാര്യത്തിൽ ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നീട് വളരെ കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം ഞാനിവിടെ കൊച്ചി വരുമ്പോഴാണ് ശ്രീലേഖയെ വിളിക്കുമ്പോൾ ഈ കാര്യങ്ങൾ, തലേന്ന് രാത്രി നടന്ന കാര്യങ്ങൾ ശ്രീലേഖ എന്നോട് പറയുന്നതും അതിൻ്റെ സീൻ കംപ്ലീറ്റ് മാറി ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഈ രീതിയിലെത്തുന്നതും. അതാണ് ഇതിൻ്റെ വാസ്തവം. അതായത് ആ സിനിമയിൽ, താങ്കൾ ആ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ശ്വേതാ മേനോനുണ്ട്, മൈഥിലിയുണ്ട്. ഈ 2 പേരുടേതും അല്ലാതെ മറ്റൊരു സ്ത്രീ കഥാപാത്രം കൂടിയുണ്ട്. 3 സ്ത്രീ കഥാപാത്രങ്ങളെയാണ് പ്രധാനമായും അതിൽ ഉദ്ദേശിച്ചിരുന്നതെന്നുള്ളത് വ്യക്തമാണ്. 15 വർഷം മുൻപിറങ്ങിയ സിനിമയാണ്. കൃത്യമായി ഒരു കഥാപാത്രത്തെ ശ്രീലേഖയിലൂടെ മനസ്സിൽ കണ്ടിരുന്നു രഞ്ജിത്ത്. പക്ഷേ രഞ്ജിത്ത് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ വരാതിരുന്നപ്പോഴാകണം അവർ ഒഴിവാക്കപ്പെട്ടത് എന്ന് വേണ്ടേ ന്യായമായും സംശയിക്കാൻ? ഞാൻ കണ്ട് മറന്നുപോയ ഒരു സിനിമയാണത്. നമ്മൾ പല സിനിമകളും മറക്കുന്നത് കാരണം, അല്ലെങ്കിൽ ഇതെല്ലാം ലോഡ് ചെയ്യാൻ പാകത്തിനുള്ള എൻ്റെ മെമ്മറി കാർഡിലില്ല, അതിനുള്ള സ്പേസില്ല. ഞാൻ വളരെ സെലക്റ്റീവായി സിനിമ കാണുകയും എന്നാൽ സെലക്റ്റീവായല്ല ഓർക്കുന്നത്. ചില സിനിമകൾ നമ്മുടെ കോറിയിട്ട പോലെ നിൽക്കും. അങ്ങനെ ഒരു കോറിയിട്ട സിനിമയല്ല ഇത്. ഞാൻ താങ്കളോട് പറയാം. അതായത് ആ സിനിമയെ കുറിച്ച് ഇപ്പോൾ
അല്ല, ആ സിനിമയിൽ മമ്മൂട്ടിയുടെ നായക കഥാപാത്രത്തിന് ഒരു പെൺ സുഹൃത്തുണ്ട്. വിവാഹിതയായ എന്നാൽ ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കുന്ന, കാമുകനൊപ്പം സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന, രഞ്ജിത്ത് സിനിമകളിലെയൊക്കെ കാണാറുള്ള ഒരു ഫാന്റസി കഥാപാത്രമുണ്ടല്ലോ. അങ്ങനെ പുരുഷന്മാരുടെ ഫാന്റസിക്കൊക്കെ പറ്റുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അവരെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം നൈസായി ഒഴിവാക്കുന്നുമുണ്ട്. ആ ചിത്രത്തിൽ ആ വേഷം പിന്നീട് ചെയ്തത് മറ്റൊരു അന്യഭാഷാ നടിയാണ്. അവരെ കണ്ടാൽ ഏകദേശം ശ്രീലേഖ മിത്രയെ പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. അതെ, അപ്പോൾ അതായിരിക്കണം അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു സിനിമാറ്റിക് ജാർഗൺസ് ഉപയോഗിച്ച് എപ്പോഴും രക്ഷപ്പെടാമല്ലോ. അപ്പോൾ അതായിരിക്കണം. നമ്മളെല്ലാം ബുദ്ധിയുള്ള മനുഷ്യരായതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കാര്യങ്ങൾ അതിൻ്റെ ഇറ്റ് ഫോൾസ് ഇൻ പ്ലേസ് അല്ലേ. ഇതെവിടെയെങ്കിലും ഞാൻ ഈ പറയുന്നതും ശ്രീലേഖ പറയുന്നതുമായിട്ട് എവിടെയെങ്കിലും ഒരു ജർക്കോ ഒരു കോൺട്രഡിക്ഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നാട്ടുകാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ രഞ്ജിത്ത് പറയുന്നത് എനിക്ക് ഒട്ടും ബോധ്യപ്പെടുന്നില്ല. ഓഡീഷന് വേണ്ടിയാണ് വിളിച്ചതെന്ന് പറയുന്നു, സിഗരറ്റ് മേടിച്ചവരെ ഓർക്കുന്നു, അത് കഴിഞ്ഞ് ഓർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തൊക്കെ എല്ലാം ഉഡായിപ്പുണ്ട്. ഈ ഉഡായിപ്പില്ലാതെ സിനിമയും ജീവിതവും മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്ന, വലിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളൊന്നും ചെയ്ത് മരിക്കണമെന്ന് വിചാരിക്കാത്ത ജീവിച്ച് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. പറയാനുള്ളത് പറയും. ഉഡായിപ്പുകൾ, എനിക്ക് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരിക്കണം എന്നൊരു മോഹവുമില്ല.